ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീമി വൈബ്സ് ബൈ കീർത്തന. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വാട്ട്സ് ഇൻ മൈ ബാഗുമായിട്ടാണ്. ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യണമെന്ന് എല്ലാവരെ പോലെയും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതങ്ങ് ചെയ്യാമെന്ന്. ഇതാണ് എൻ്റെ ബാഗ്. ഇതൊരു സൈഡ് ബാഗാണ്, ഒരു ഹാൻഡ് ബാഗാണ്. ഇത് നല്ല കംഫർട്ടായിട്ടുള്ളൊരു ബാഗാണ്. ഞാനിത് ഡെയിലി ഓഫീസിൽ ഇടുന്ന ബാഗാണ്. ചെറിയ ബാഗാണ്, പക്ഷേ എനിക്ക് ഓഫീസ് യൂസിന് ഇതാണ് കംഫർട്ട്. സോ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ് ഡെയിലി. പിന്നെ ഇതൊരു നല്ലൊരു ഫാൻസി ബാഗാണ്. നമുക്ക് നല്ല ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാനൊക്കെ പറ്റും. ഈ ബാഗ് ഞാൻ മേടിച്ചിട്ടുള്ളത് മാക്സിൽ നിന്നാണ്. ഇതിനൊരു 45 AED ആയിട്ടുള്ളൂ ഈ ബാഗിന്. ചെറിയൊരു പൈസേൻ്റെ ഒരു നല്ല ബാഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കിയാൽ അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ എല്ലാവരെയും പോലെ എനിക്ക് ആദ്യമുള്ളതൊരു വാലറ്റാണ്. ഈ വാലറ്റ് ഞാൻ മേടിച്ചതല്ല, ഇതെൻ്റെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലെന്തൊക്കെയുള്ളത് നോക്കാം. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ ATM കാർഡ്, പിന്നെ ATM കാർഡ്, എമിറേറ്റ്സ് ID, പിന്നെ ഒരു ഫോട്ടോ ഉണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ വാലറ്റിൽ. പിന്നെ നോക്കുവാണെങ്കിൽ ഒരു ഫോണിൻ്റെ കേസ് ഇതെപ്പോഴും എൻ്റെ കയ്യിലുണ്ടാകും. കാരണം ഞാൻ ഓഫീസിൽ പോകുന്ന ടൈമിൽ ഞാൻ ബ്ലാക്ക് കവറാണ് യൂസ് ചെയ്യാറ്. കാരണം എൻ്റെ ഫോൺ ഒരു പർപ്പിൾ കളറാണ്. അപ്പോൾ ഞാൻ ഈ പർപ്പിൾ കളറിന് മാച്ച് ആവുന്ന കവർ ഇട്ട് കഴിയുമ്പോൾ അത് ഫുള്ള് പിന്നെ ഡസ്റ്റൊക്കെ വന്നിട്ട് പെട്ടെന്ന് അഴുക്കാവും. അപ്പം ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അത് യൂസ് ചെയ്തിട്ട്, അല്ലാത്തപ്പോൾ എപ്പോഴും ഞാൻ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യാറ്. ഞാൻ മാറ്റിയിടുമ്പോൾ എൻ്റെ ബാഗിലായതാണ്. പിന്നെ ഉള്ളത് ഒരു എയർപോഡ്സ് ആണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടേ ഉള്ളൂ, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതുവരെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, നോക്കിയിട്ട് നോക്കാം. അപ്പം അത് വാങ്ങി വച്ചേക്കുന്ന എയർപോഡ്സ്. പിന്നെ ഒരു ഹാൻഡ് ക്രീം. ഇത് സെർവേൻ്റെ ഹാൻഡ് ക്രീമാണ്. ഇതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എനിക്ക് കുറച്ച് റേസിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കൈ അങ്ങോട്ട് ഡ്രൈ ആകുമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും. അപ്പം ഞാൻ എപ്പോഴും ഈ ഹാൻഡ് ക്രീം യൂസ് ചെയ്യും. ഹാൻഡ് ക്രീം യൂസ് ചെയ്യുന്നത് ശരിക്കും നല്ലതാണ്. കണ്ടോ, നല്ല മാറ്റം വരും കൈക്ക്. ഞാൻ എപ്പോഴും അതുകൊണ്ട് ഹാൻഡ് ക്രീം യൂസ് ചെയ്യും. സോ നല്ല മോയ്സ്ചറായിട്ടിരുന്നോളും ഹാൻഡ്. അപ്പോൾ അങ്ങനൊരു ഹാൻഡ് ക്രീം ഞാൻ ആദ്യം ഹാൻഡ് ക്രീം യൂസ് ചെയ്യാത്തപ്പോൾ എനിക്കതൊരു വലിയതായിട്ട് തോന്നത്തില്ലായിരുന്നു. പക്ഷേ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കത് ഇല്ലാണ്ടാവില്ല, അങ്ങനെ ആയി. പിന്നെ ഉള്ളതാണ് ഒരു സൺസ്ക്രീൻ. ഈ സൺസ്ക്രീന് DOT&KEYൻ്റെ സൺസ്ക്രീനാണ്. ഇതും ഭയങ്കര അടിപൊളിയാണ്. സൺസ്ക്രീനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം, കാരണം എൻ്റെ കയ്യിൽ കുറേ സൺസ്ക്രീൻ ഉണ്ട്. എനിക്കിത് ഭയങ്കര എഫക്റ്റ് തന്നിട്ട് നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക്. ഇത് റെവലോണിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഡാർക്ക് ലിപ്സ്റ്റിക്കാണ് മാച്ച് ആവുന്നത്. സോ പിന്നെ വേറൊരു ലിപ്സ്റ്റിക്ക്. ഇത് ഫ്ലോർമലിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക്ക്. അങ്ങനെ ലിപ്സ്റ്റിക്കിൻ്റെ വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. പിന്നെ എൻ്റെ വാച്ചിൻ്റെ ഒരു പണ്ടത്തെ ഒരു സ്റ്റാഫ് ഇത് ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പം അത് പിന്നെ വേറൊരു അറയുണ്ട് ഇതിനകത്ത് ചെറുത്. അതിലും ലോൺ കാർഡും പിന്നെ ഒരു ക്രെഡിറ്റ് കാർഡും പിന്നെ എൻ്റെ കയ്യിലുള്ള പൈസ 25 dirhams ഉണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.